വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ച് വനംവകുപ്പ്. കടുവ ഭീതിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പുൽപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലേക്ക് നാട്ടുകാരുടെ മാർച്ച് ആരംഭിച്ചു. വനപാലകരും പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടുവയെ പിടികൂടാൻ മുഴുവൻ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പുൽപ്പള്ളി റേഞ്ച് ഓഫീസർ രാജീവ് കുമാർ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഒരു കൂട് കൂടി വെച്ചിരുന്നു ലിഫ്റ്റിംഗ് നടന്ന സ്ഥലത്ത്. പക്ഷേ അതിൽ കടുവ ഇന്നലെ കയറിയിട്ടില്ല. കടുവ ആ പ്രദേശത്ത് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയുടെ മൂവ്മെൻറ്റ് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഇനി ആ മേഖലകളിൽ എവിടെയെങ്കിലും ഇതുപോലെ കടുവയ്ക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന തോട്ടങ്ങളുണ്ടോ എന്നുള്ളത് ഇന്നു മുതൽ നോക്കുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ട് അവിടെയും കൂടി ക്യാമറ വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. ഇനി കൂടുതൽ കൂടുകൾ സ്ഥാപിക്കേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ അതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി വയനാട് നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, അമരക്കുനി കഴിഞ്ഞ കുറേ നാളുകളായി കടുവാ ഭീതിയിലാണ്. ഇതുവരെയും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ മാർച്ച് എങ്ങനെയാണ് പുരോഗമിച്ചത്? വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും 4 ദിവസമായി അമരക്കുനി പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. സ്വാഭാവികമായിട്ടും ജനവാസ കൃഷിയിടത്തിലാണ് കടുവയുടെ സാന്നിധ്യം കണ്ടത്. 2-3 ദിവസമായിട്ടും കടുവ ആ തോട്ടത്തിൽ തന്നെയുണ്ട്. കാരണം 2 ദിവസമായി 3 ദിവസത്തിനിടയിൽ 2 ആടുകളെയാണ് കടുവ ആക്രമിച്ച് കൊന്നു തിന്നത്. ഇപ്പോഴും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ ആ തോട്ടത്തിനുള്ളിൽ കടുവയുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പ്. ഇന്ന് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് കടുവയുടെ ആരോഗ്യസ്ഥിതി എന്താണ്, അവിടെ സാന്നിധ്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമം വനംവകുപ്പ് നടത്തും. പ്രദേശത്ത് കൂടുതൽ RRT അംഗങ്ങളെയും അതുപോലെ തന്നെ പോലീസിനെയും ഒക്കെ വിന്യസിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, ബൈക്കിൽ പോലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സമയത്ത് പുറത്തിറങ്ങരുത്. വലിയ ജാഗ്രതയോടെ തന്നെ പ്രദേശത്ത് നാട്ടുകാർ സഹകരിക്കണം, പെരുമാറണമെന്നാണ് വനംവകുപ്പ് പ്രാഥമികമായി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ വിഷയത്തിൽ ഗൗരവം കൂടുതൽ വനംവകുപ്പിനെ ബോധിപ്പിക്കാൻ കൂടി, അവരുടെ പ്രതിഷേധം അറിയിക്കാൻ കൂടിയാണ് ഇപ്പോൾ പുൽപ്പള്ളിയിലെ റേഞ്ച് ഓഫീസിലേക്ക് അവിടുത്തെ ജനകീയ സമിതി, നാട്ടുകാർ, അമരക്കുനിയിലെ ജനകീയ സമിതിയിൽ നാട്ടുകാർ ഇപ്പോൾ മാർച്ചുമായി ഇപ്പോൾ പുൽപ്പള്ളി റേഞ്ച് ഓഫീസിൽ എത്തിയിട്ടുള്ളത്. വളരെ പൊടുന്നതിന് തന്നെ ഈ പ്രശ്നം തങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള ഈ അവസ്ഥ മാറ്റിത്തരണം. കൂടുതൽ കൂടുകൾ വെച്ചുകൊണ്ട് മയക്കുവെടി ഉൾപ്പെടെ വെച്ചുകൊണ്ട് കടുവയെ പിടികൂടാനുള്ള ഒരു ഇടപെടൽ ഔദ്യോഗിക സാങ്കേതിക തടസ്സം പറയാതെ വളരെ പെട്ടെന്ന് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അത് ഒന്നുകൂടി ഉറപ്പിക്കാനും ആ പ്രതിഷേധം അറിയിക്കാനും കൂടിയാണ് ഇന്ന് ഈ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കം പ്രദേശവാസികൾ പൂർണ്ണമായും ഈ മാർച്ചിന് എത്തിയിട്ടുണ്ട്. 4 ദിവസമായി ഈ ക്ഷീരകർഷകർ ഏറെയുള്ള ഈ ഗ്രാമത്തിൽ സ്വാഭാവിക ജീവിതം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ക്ഷീരകർഷകർക്ക് പാൽ കൊടുക്കാൻ പറ്റുന്നില്ല. കർഷകർക്ക് തോട്ടങ്ങളിൽ കാപ്പിപ്പറിയുടെ സീസണാണ് ഇപ്പോൾ. ഈ കാപ്പിക്കുരു പറിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് പ്രദേശത്തെ കർഷകർ. അതുകൊണ്ടുകൂടിയാണ് വളരെ പൊടുന്നതിന് ഇതിന് പരിഹാരം വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിഷേധ പരിപാടി പുരോഗമിക്കുകയാണ്. അക്രമാസക്തമാകാതെ തങ്ങളുടെ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ അറിയിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. എന്തായാലും കൂടുവെച്ച് കടുവയെ പിടിക്കുന്നതിനുള്ള എല്ലാ നടപടികളും വനംവകുപ്പ് പൂർത്തീകരിച്ചു വരുന്നുണ്ട്. പ്രദേശത്ത് വലിയ തരത്തിലുള്ള RRT അംഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് പരിശോധനയും ജാഗ്രതയും വനംവകുപ്പും പുലർത്തുന്നുണ്ട്. ഗൗതം. ശരി, വയനാട് നിന്നും രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ ബൈറ്റ് ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം ആ പ്രതികരണത്തിൽ. അപ്പോൾ ഇന്നലെ ഒരു കൂട് കൂടി വെച്ചിരുന്നു ലിഫ്റ്റിംഗ് നടന്ന സ്ഥലത്ത്. പക്ഷേ അതിൽ കടുവ ഇന്നലെ കയറിയിട്ടില്ല. കടുവ ആ പ്രദേശത്ത് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയുടെ മൂവ്മെൻറ്റ് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഇനി ആ മേഖലകളിൽ എവിടെയെങ്കിലും ഇതുപോലെ കടുവയ്ക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന തോട്ടങ്ങളുണ്ടോ എന്നുള്ളത് ഇന്നു മുതൽ നോക്കുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ട് അവിടെയും കൂടി ക്യാമറ വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. ഇനി കൂടുതൽ കൂടുകൾ സ്ഥാപിക്കേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ അതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്.